അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നില്ലേ? വടക്കേ ഇന്ത്യയിലൊക്കെ കടുത്ത ജലക്ഷാമം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഈ കുടിവെള്ളം മറ്റൊരാൾക്ക് തടയുക എന്നത് ഗുരുതരമായ പാപമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. വെള്ളം, തീ പോലെയുള്ള അവശ്യ വസ്തുക്കൾ ഒരിക്കലും തടയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. ഇടക്കിടക്ക് അള്ളാഹു ഖുർആനിൽ എടുത്തെടുത്തു പറയുന്നു, അൻസൽനാ മിനസ് സമാഇ മാഅൻ, ആകാശത്തു നിന്ന് നമ്മൾ നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തന്നു എന്ന് അല്ലാഹു തആല നിഅമത്തുകൾ എടുത്തു പറയുമ്പോൾ വെള്ളത്തിന്റെ കാര്യം പ്രത്യേകമായി ഊന്നിപ്പറയുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന നമുക്ക് വെള്ളത്തിന്റെ നിഅമത്ത് അറിയുന്നില്ല. കണ്ണുള്ളവർക്ക് കണ്ണിന്റെ കാഴ്ചയുടെ ആ ആഴവും അതിന്റെ നിഅമത്തിന്റെയും വില അറിയൂലല്ലോ. അത് കണ്ണില്ലാത്തവർക്കാണല്ലോ അറിയുക. പക്ഷേ വെള്ളം കിട്ടിയില്ലെങ്കിൽ വെള്ളമാകുന്ന റബ്ബിന്റെ നിഅമത്തിനെ പറ്റി അതിന്റെ ആഴം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരാൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് ദാഹം മാറ്റിയപ്പോഴാണ് അതുപോലെ ദാഹിച്ച് നാവ് തൂക്കിട്ട് വരുന്ന ഒരു നായ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നായ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, പടച്ചോനെ, എനിക്കുള്ളത് പോലത്തെ ദാഹം ഈ നായക്കുമുണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി വീണ്ടും കിണറ്റിൽ തന്റെ സോക്സ് എടുത്ത് ഹുഫ ഇറക്കി വെള്ളം കോരി ആ നായക്ക് ഒഴിച്ചു കൊടുത്തത് കാരണം അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് ശരീഅത്ത് കുടിവെള്ളത്തിന്റെ കാര്യം ഗൗരവമായി എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്നു. സഅദ് ഇബ്നു ഉബാദ തങ്ങൾ വന്നിട്ട് നബിയോട് പറയുന്നത്, ഇന്ന ഉമ്മി മാത്തത്ത്, എന്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ. അതുകൊണ്ട് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അയ്യു സ്വദഖത്തി അഫ്ളൽ, ഉമ്മാക്ക് പരലോക വിജയത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വതക്ക ഏതാണെന്ന് മഹാനായ സഅദ് ഇബ്നു ഉബാദ നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽമാ, വെള്ളമാണ് ഏറ്റവും നല്ലത്. മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ നല്ലത് വെള്ളമാണ്. ഉടൻ സഅദ് ഇബ്നു ഉബാദ തങ്ങൾ ഫഹഫറ ബിഇറ, ഒരു കിണർ കുഴിച്ച് പൊതുജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചു. വഖാല ഹാദിഹി ലി ഉമ്മി സഅദിൻ, സഅദാകുന്ന എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഈ കിണർ എന്ന് അദ്ദേഹം പറഞ്ഞു. അബൂദാവൂദും ഇബ്നു മാജയും ഇബ്നു ഖുസൈമയും ഹാക്കിമും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇതേപോലെ ചോദിച്ച്, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, ഒന്നും വസിയ്യത്ത് ചെയ്തിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ള പറഞ്ഞു, വഅലൈക ബിൽ മാഇ, എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ കാൽമുട്ടിൽ വല്ലാത്ത ഒരു കുരു പഴുത്ത് നീരൊലിക്കുന്നുണ്ട്. വഖദ് അഅയത്തിൽ അത്തിബാ, എത്രയോ ഡോക്ടർമാരെ കാണിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് ഒന്നും യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ ഇവിടുന്നൊരു പരിഹാരം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഫഅമറു ബിഹഫ്രി ബിഇരിൻ, ഒരു കിണർ കുഴിക്കാൻ ആവശ്യപ്പെട്ടു. ഫീ മഹല്ലിൻ യഹ്താജുൻ നാസു ഇലൽ മാഇ ഫീ, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാകുന്ന സ്ഥലത്ത് അഥവാ ഒരു പബ്ലിക് പ്ലേസിൽ നല്ല ഒരു കിണർ കുഴിച്ച് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ! മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ മുസ്തദിറക്കിന്റെ രചയിതാവ്
മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വലിയൊരു കുരു ഉണ്ടായി, മുഖം വികൃതമായി. ഡോക്ടർമാർ 1 വർഷം ചികിത്സിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പള്ളിയിൽ, എല്ലാ പള്ളികളിലും ഹാക്കിം റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി. ഹാക്കിം റളിയല്ലാഹു അൻഹുവിന് പ്രാർത്ഥന നടത്തി. എല്ലാ പള്ളിയിലും ഖത്തീബമാര് അനൗൺസ് ചെയ്ത് ഹാക്കിം തങ്ങൾക്ക് അസുഖമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാക്കിം തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പള്ളിയിൽ ഖത്തീബമാര് അനൗൺസ് ചെയ്തപ്പോൾ വീട്ടിൽ ആ ശബ്ദം കേട്ട ഒരു പെണ്ണും ഇതുപോലെ രാത്രി ദുആ ചെയ്ത് നേരം പിറ്റത്തെ വെള്ളിയാഴ്ച ആ പെണ്ണ് അതാ പള്ളിയിലേക്ക് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഞാനും ദ്വാരന്ന്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. റസൂലുള്ള പറഞ്ഞത് ഹാക്കിമിനോട് പറയേണ്ടത് യുവസ്സിൽ മാഅലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിനുള്ള സൗകര്യം വിപുലമാക്കി കൊടുക്കണം, എന്നിട്ട് ജനങ്ങൾ വെള്ളം കുടിക്കട്ടെ എന്നുള്ള വിവരമാണ് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്ന് ഈ പെണ്ണ് പള്ളിയിലേക്ക് വിവരം കൊടുത്തപ്പോൾ വിവരം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന് കൈമാറുകയാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ അടുത്ത് ഒരു പബ്ലിക് സ്ഥലത്ത് നല്ല കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ച് ജനങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങി. ഒരാഴ്ചയായിട്ടില്ല, ഹത്താ ലഹറ ശിഫാ, പരിപൂർണ ശിഫ കിട്ടി. വസാലത്തിൽ ഖുറൂഹ്, അവിടുത്തെ മുഖത്തിലുള്ള എല്ലാ കലകളും നീങ്ങിപ്പോയി എന്ന് മാത്രമല്ല, വആദ വജ്ഹു ഇലാ അഹ്സനി മാ കാൻ, നേരത്തെ ഉള്ളതിലപ്പുറം മുഖത്തിന് സൗന്ദര്യം തിരിച്ചു കിട്ടി. വആശ ബഅദ ദാലിക സിനീൻ, മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഒരുപാട് കാലം ഹാക്കിം റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങൾ ഇത്രത്തോളം പറഞ്ഞത് കുടിവെള്ളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാനാണ്. കുടിവെള്ളം അത് വളരെ ഗൗരവത്തിലാണ്. വെള്ളം കൊടുക്കുക എന്നതും അതിന് സംവിധാനം ഒരുക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം കർശനമായി പറഞ്ഞു, വഴി പൊതുസ്ഥലങ്ങളിൽ കുടിക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട വെള്ളം, കുടിവെള്ളം എന്ന ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാകുന്ന ഫെസിലിറ്റികൾ, അത്തരം സൗകര്യങ്ങളുള്ളോടത്തുനിന്ന് അങ്ങനെ കുടിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ശുദ്ധിയാക്കൽ ഹറാമാണ്, ഒളു എടുക്കൽ ഹറാമാണ്, കുളിക്കൽ ഹറാമാണ്. ആ വെള്ളം അവിടെ ഉണ്ടെങ്കിൽ പോലും തയമ്മം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് പരിശുദ്ധ ഫുഖഹാ പറയുന്നത്. കാരണം എന്താ? കുടിവെള്ളം മറ്റൊന്നിനും ഉപയോഗിച്ചുകൂടാ. പിന്നെയും പറയുന്നു, വലാ യജൂസു നഖ്ലുൽ മാഇൽ മുസബ്ബലിൽ ലിശ്ശുർബി, കുടിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുപോകലും ജായിസല്ല. അതേ സമയത്ത് യാത്രക്കാരൻ അതിലൂടെ പോവുകയാണ്, ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടില്ലെങ്കിൽ വഴിയിൽ വെച്ച് എവിടെയും വെള്ളം കിട്ടൂല. അങ്ങനത്തെ ഒരു പരിതാപകരമായ അവസ്ഥയാണെങ്കിൽ, ലറൂറത്തിന്റെ ഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ കുടിക്കാൻ വേണ്ടി മാത്രം വെള്ളം എടുത്ത് കൊണ്ടുപോകാമെന്ന് മസലയുണ്ട്. ഏതായാലും നമ്മൾ അവിടെ നിന്ന് മുഖം കഴുകൽ നടക്കൂല, ചെരുപ്പ് കഴുകാൻ പാടില്ല. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കാനേ പറ്റൂല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. പിന്നെയും വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ അടുത്ത് ഒരല്പം വെള്ളമുണ്ട്, ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെള്ളമുണ്ട്, പക്ഷെ നമ്മുടെ കൂടെ ആടുകളുണ്ട്, പോത്തുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അനുവദനീയമായ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന നായയായിക്കോട്ടെ, അവരുടെയൊക്കെ ദാഹശമനത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം കൊണ്ട് ഒളു എടുക്കരുത്. ആ സമയത്തും തയമ്മം ചെയ്യാമെന്നാണ് ദീനിന്റെ മസലയുള്ളത്, നിയമമുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വെള്ളത്തിന്റെ പ്രാധാന്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ, മാഊൻ തടയുന്ന ആളുകൾക്ക് വൈലെന്ന നരകമുണ്ട്. എന്താ മാഊൻ എന്ന് പറഞ്ഞാൽ? മാഊൻ എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങൾ മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഒരു വിശദീകരണമാണ് അവശ്യ സാധനങ്ങൾ തടയുന്നവർ. അഥവാ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കാതിരിക്കുക, തീ ചോദിച്ചാൽ തീ കൊടുക്കാതിരിക്കുക, ഉപ്പ് ചോദിച്ചാൽ ഉപ്പ് നമ്മൾ പറഞ്ഞു വന്നത് കുടിവെള്ളം അത് വളരെ ബഹുമാനത്തോടെയും പ്രാധാന്യത്തോടു കൂടെയുമാണ് പരിശുദ്ധ ഇസ്ലാം കുടിവെള്ളത്തെ കാണുന്നത്. അതുകൊണ്ടാണ് വഴിവക്കുകളിൽ സ്ഥാപിച്ച കുടിവെള്ളത്തിൽ നിന്ന് കൊണ്ടുപോകരുത് എന്നും ഒളു എടുക്കാൻ പാടില്ല എന്നും ഒക്കെ പ്രത്യേകമായിട്ട് നബിത്തങ്ങളും പരിശുദ്ധ ഇസ്ലാമും പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ വെള്ളം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള, വിശാലമാക്കി കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുക. അത് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല, കാലങ്ങളോളം അനസ്യൂതം നീണ്ടു നിൽക്കുന്ന ജാരിയായ സ്വതക്കയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. അങ്ങനെ വെള്ളം ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് മാരകമായ പല രോഗങ്ങളും വലിയ വലിയ ഇമാമീങ്ങളുടേത് ശിഫയായിട്ടുണ്ട് എന്ന് ചരിത്ര തെളിവുകളോടുകൂടെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിർമ്മിക്കുന്ന കിണറുകൾ, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കൃഷിയിടങ്ങൾ, ആ കൃഷിയിടങ്ങളിൽ നിന്ന് പക്ഷികളും ഇതര ജീവജാലങ്ങളും കൊത്തിക്കൊണ്ടു പോകുന്നതിന് മുഴുവൻ സ്വതക്കയുടെ കൂലിയുണ്ട്. അതെല്ലാം ദാനം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കഴിക്കുന്നത് 100% അത് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹലാലായത് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ, അപ്പോൾ ഇബാദത്തിന് ഫലമുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ അത് ഈ കുടിവെള്ളത്തിലും നോക്കണം. ഞാൻ പറഞ്ഞപ്പോ നെറ്റ് കട്ടായപ്പോ ഞാൻ പറഞ്ഞതെന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന രണ്ടാളുകൾ, ഒരാളുടെ വെള്ളം മറ്റൊരാൾ അനുവാദമില്ലാതെ കുടിച്ചതിന്റെ പേരിൽ സംഘം ചേർന്ന് കുടിച്ച ആളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും അയാളെ ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ കമ്പിയിൽ പുറത്തേക്ക് കെട്ടിത്തൂക്കി ക്രൂരമായി അയാളെ ആക്രമിച്ചു എന്ന സംഭവമൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ചില അക്രമ പ്രവർത്തനങ്ങളാണ്. എല്ലാം കുടിവെള്ളത്തിന്റെ പേരിലാണ്. അപ്പൊ ഗൗരവത്തോടുകൂടെ കാണണം, നമ്മൾ വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. കടലിന്റെ പരിസരത്ത് പോയി ഒളു എടുക്കുകയാണെങ്കിലും വെള്ളം അമിതമാക്കി ചെലവാക്കാൻ പാടില്ല. 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ അത് കറാഹത്താണ് എന്നും, ഒളു എടുക്കാൻ വേണ്ടി മാത്രം സംവിധാനം ചെയ്ത സ്ഥലങ്ങളിലാണെങ്കിൽ 3ന്റെ അപ്പുറം കഴുകൽ ഹറാമാണ് എന്ന് വരെ ശരീഅത്തിന്റെ കർശനമായ നിയമമുണ്ട്. അതുപോലെ കുടിക്കാൻ വേണ്ടി വെച്ച സ്ഥലത്തിൽ നിന്ന് മറ്റു ഉപയോഗങ്ങളൊന്നും നടത്തിക്കൂടാ. നമ്മൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തരുന്ന ഭക്ഷണം നമുക്ക് അവിടുന്ന് കഴിക്കാനുള്ളതാ. അത് പാർസലാക്കി കൊണ്ടുപോകാൻ പാടില്ല, അത് ഹറാമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പൂച്ചകളോ നായകളോ വന്നാൽ അവർക്ക് കൊടുക്കാൻ പാടില്ല, അത് ആ വീട്ട് ഉടമയുടെ പൂച്ചയാണെങ്കിൽ പോലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമമുള്ളത്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അവിടെ നിന്ന് കഴിക്കാനുള്ളത്, അത് പാർസലാക്കിയിട്ട് പോകരുത് എന്നാണ് നിയമമുള്ളത്. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കലുള്ളത്? അതേ സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ തരുന്ന പാക്ക് ചെയ്ത് തരൂട്ടോ. ആ പാക്ക് ചെയ്ത് തരുന്നത് അത് തംലീക്ക് എന്നാ പറയാ. പ്ലേറ്റിലിട്ട് നമുക്ക് തരുന്നത് ഇത്ആമാണ്. അത് ഇത്ആം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളത്. അപ്പൊ കഴിക്കാനുള്ളത് കഴിക്കുക തന്നെ വേണം. തംലീക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മിൽക്കാക്കി തന്ന് കൈയവകാശപ്പെടുത്തി തന്നത് പാർസലാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതൊക്കെയാണ് അതിന്റെ മസലകൾ ഉള്ളത്. എത്ര കണിശമായിട്ടാണല്ലേ ഇസ്ലാം ആ വിഷയങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. ഇന്ന് ചില മാമാരൊക്കെ എന്നിട്ട് വരും കല്യാണത്തിന് വന്നിട്ട് അവര് ആ മേശന്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ സെഞ്ചി വെക്കും. എന്നിട്ട് ചോറിങ്ങനെ ഇടും. അത് മുഴുവൻ എന്ത് ചെയ്യും? ഈ സെഞ്ചിക്ക് ഇങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റി പാർസലാക്കി കൊണ്ടുപോകും. ഇതിനൊക്കെ
വ്യക്തമായ മസലയുണ്ട്. അതുപോലെ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകാൻ പാടില്ല. ഇന്നൊക്കെ എന്താ അവസ്ഥ? നാട്ടിൻപുറങ്ങളിൽ കല്യാണം ഞായറാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച രാത്രി അവിടെ വരുന്ന കുടുംബാംഗങ്ങളും ഉറ്റവരും ഉടയവർക്കും വേണ്ടി പരിമിതമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അങ്ങോട്ട് പോകാണ് സുഹൃത്തുക്കൾ സമേതം കൂട്ടമായിട്ട് അവിടെ ചെന്ന് അവിടെയുള്ള ഭക്ഷണം തിന്ന് കാലിയാക്കി പോരുന്ന ഒരു വല്ലാത്ത ദയനീയ അവസ്ഥ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ നമ്മുടെ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്, ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നത് പട്ടികളും നായകളും പൂച്ചകളും കാക്കകളുമാണ്. അവരാണ് ക്ഷണിക്കാതെ കല്യാണത്തിന് വരല്. ആ രൂപത്തിലേക്ക് നമ്മൾ തരം താഴാൻ പാടില്ല. ഉസ്താദിനെ ക്ഷണിച്ചാൽ ഉസ്താദിന്റെ ശിഷ്യന്മാര് കൂടെ പോകുക, അതുപോലെ തന്നെ ഷെയ്ഖിനെ ക്ഷണിച്ചാൽ മുരീദന്മാരെ കൂട്ടിപ്പോവുക. നമ്മൾ ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ മുഴുവൻ കൂട്ടിയിട്ട് പോകുക. ഇതെല്ലാം തെറ്റാണ്. ആ കഴിക്കുന്നതൊക്കെ പൊരുത്തമില്ലാത്ത ഭക്ഷണമാണ്, ഹറാമാണ് എന്ന് ഫുഖഹാ വ്യക്തമായും രേഖപ്പെടുത്തിയതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പലരും ജീവിക്കുന്നത്. അതുപോലെ ഒരു നോമ്പ് മുറിക്കൊക്കെ വന്നാൽ, ഒരു ഇഫ്താർ പാർട്ടിക്ക് ഒരുമിച്ച് കൂടിയാൽ ഒരു ടേബിളിന്റെ പരിസരത്ത് 4 കസേര വെച്ചിട്ടുണ്ടാകും. ഈ 4 കസേരക്ക് കണക്കാക്കിയിട്ട് പ്ലേറ്റിൽ 4 ഈത്തപ്പഴം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ഈത്തപ്പഴം 4 ചെയറിലിരിക്കുന്ന ആൾക്കാർക്കുള്ളതാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? അതുപോലെ കണക്കാക്കിയിട്ട് മുന്തിരിയും ഓറഞ്ചിന്റെ ഇല്ലും എല്ലാം വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു? വാരി വലിച്ച് തിന്നുന്നു. ചില ആൾക്കാര് അങ്ങനെ തിന്നാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ വലത്തെ കൈ കൊണ്ട് എടുത്തിട്ട് ഇടത്തെ കൈക്ക് മാറ്റുന്നു. എന്നിട്ട് ഇടത്തെ കൈയിൽ നിന്ന് എടുത്ത് തിന്നുന്നു. കാരണം പ്ലേറ്റിൽ നിന്ന് തിന്നുമ്പോഴേക്ക് മറ്റുള്ളവർ പ്ലേറ്റ് കാലിയാക്കുമോ എന്നുള്ള ഭയം. ഇതെല്ലാം ഗുരുതരമായ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. വലത്തെ കൈയിൽ നിന്ന് എടുത്തിട്ട് ഇടത്തെ കൈക്ക് മാറ്റിയിട്ട് പിന്നെ ഇടത്തെ കൈയിൽ നിന്ന് എടുത്ത് തിന്ന. അവിടെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിന് എടുത്ത് തിന്നാ പോരെ. അപ്പൊ അതൊന്നും ചെയ്യാതെ ഈ രൂപത്തിൽ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അവകാശം എടുക്കലാണ്. അത് വളരെ ശ്രദ്ധിക്കണം. പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അത് കണക്കായിട്ട് തന്നെ ഉപയോഗിക്കണം. അത് നമുക്ക് അനുവദിക്കപ്പെട്ടതും നാം തിന്നാൻ കരുതപ്പെടുന്നതുമായ വസ്തു മാത്രമേ നമ്മൾ തിന്നാൻ പറ്റുകയുള്ളൂ എന്നാണ് ശരീഅത്തിന്റെ നിയമമുള്ളത്. കൂടുതലുണ്ടെങ്കിൽ എത്രയും വേണമെങ്കിൽ തിന്നോട്ടെ എന്നുള്ള ഒരു കരുത്തിലായിരിക്കല്ലോ അത് കൊണ്ടു വെച്ചിട്ടുണ്ടാകുക. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യാൻ തിന്നാകുന്നതാണ്. നമ്മൾ പറയുന്നത് ഒരു ലെവല് വെച്ചിട്ട് ഇത്ര സീറ്റ് ഇത്ര ഭക്ഷണം എന്ന് കണക്കാക്കി വെച്ചെടുത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനധികൃതമായ ഉപയോഗം പാടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ വിഷയങ്ങളിലും, അപ്പൊ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പരിശുദ്ധ ശരീഅത്ത് അതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടേ നമ്മൾ അത്തരം വിഷയങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. 4 പേർക്ക് 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 4 ആൾക്കും എന്ത് ചെയ്യാം? അവരവരെ 4 എണ്ണം തിന്നാം. പിന്നെ ഈ 5 എണ്ണം വെക്കും. 5ാമത്തെ ഒന്ന് തിന്നുമ്പോ മറ്റുള്ളവരോടൊന്ന് മുഷാവറ ചെയ്യണത് നല്ലതാ. പാർസല് നടക്കൂല. പാർസലായിട്ട് തരുമ്പോഴോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പ്രത്യേക കരീനത്ത് അറിയിക്കുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലേറ്റിലിട്ട് തരുന്നത് അവിടെ തന്നെ തിന്നണം എന്നുള്ള ഇത്ആമിന്റെ മസലയിലാണ് പെടുക. തംലീഖ് ഉടമയാക്കി കൊടുക്കുക എന്ന കാറ്റഗറിയിൽ അത് ഒരിക്കലും പെടൂല. അതുകൊണ്ട് തന്നെ പാർസലായി കൊണ്ടുപോകല് അത് നടക്കൂല. അത് നമുക്ക് പാക്കറ്റാക്കി തരികയാണെങ്കിൽ അവിടെ നിന്ന് തിന്നും ചെയ്യാം, നമുക്ക് പാർസലായിട്ട് കൊണ്ടുപോകും ചെയ്യാം. ഇതൊക്കെയാണ് അതിന്റെ മസലകൾ. ബാക്കി ഇൻഷാ അല്ലാഹ്, ഇന്നിപ്പോ നെറ്റ് കട്ടായി പോയി, നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. ഓരോരോ ദിവസം ഓരോരോ വിഷയങ്ങൾ പറഞ്ഞാല് ഒരുപാട് ആളുകൾക്ക് പല വിഷയങ്ങളും പഠിക്കാലോ, നമുക്ക് ഒരുപാട് റഫറും ചെയ്യാലോ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മള് ചിക്കൻ കഴിക്കുമ്പോൾ ഒരു പൂച്ച വന്നു. അപ്പൊ അതിൽ ഒരു പീസ് പൂച്ച കൊടുക്കാൻ പറ്റില്ല? അത് കേൾക്കുന്നില്ലേ? ഞാൻ ഏതായാലും മൈക്ക് ചെയ്തു. ഇല്ല, നമുക്ക് തന്നത് നമ്മളാണ് തിന്നേണ്ടത്. പൂച്ചക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റൂല.
പ്രത്യേകിച്ച് ഉടമക്ക് അത് തീരെ ഇഷ്ടപ്പെടൂല എന്ന് കാണുന്ന സന്ദർഭത്തിലാണെങ്കിൽ തീരും കൊടുക്കാൻ പാടില്ല. ഉടമക്ക് കുഴപ്പമില്ല എന്ന രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ കൊടുക്കാം. അടിസ്ഥാന മസല നമുക്ക് തിന്നാൻ തരുന്നത് നമ്മൾ തന്നെ തിന്നണം. നമുക്ക് വേണ്ടെങ്കിൽ അത് അവിടെ വെക്കുക. പൂച്ചക്കോ മറ്റു ജീവജാലങ്ങൾക്കോ കൊടുക്കാൻ പാടില്ല. ഉടമക്ക് തൃപ്തിയുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ തിന്നാൻ തന്ന ഇറച്ചിയെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇറച്ചി തിന്നതിന് ശേഷം ഒഴിവാക്കുന്ന എല്ല്, ആ എല്ലിനെ പറ്റി ഇവിടെ ചർച്ചയില്ല. മീന്റെ മുള്ളിനെ പറ്റി ഇവിടെ ചർച്ചയില്ല. അത് പൂച്ചക്കും കൊടുക്കാം, നായ്ക്കും കൊടുക്കാം, വേണമെങ്കിൽ പാർസലാക്കി കൊണ്ടുപോകും ചെയ്യാം. അതിന് കുഴപ്പമില്ല. കാരണം അത് ഒഴിവാക്കപ്പെടുന്ന സാധനമാണ്. ഒഴിവാക്കപ്പെടുന്ന സാധനം ഇന്നലെ നമ്മൾ പറഞ്ഞു, ഉടമയില്ലാത്ത മാലും ഒക്കെ യഥേഷ്ടം ഒരാൾക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു.